My dear friends, love you. തിരിച്ചു പറഞ്ഞോണ്ട് കുഴപ്പമില്ല. ലവ് യു ലവ് യു. ഓക്കെ, ദാറ്റ്സ് നൈസ്. സ്നേഹമാണ് എന്റെ എനർജി. ലവ്, അതാണ്. നിങ്ങളെയൊക്കെ എന്താ പറയാ, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പങ്കെടുക്കുകയാണ്. ഇറങ്ങിയപാട് 3-4 ഇനാഗ്രേഷൻസ് ഒക്കെ നടത്തി, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം ആദ്യമായിട്ടാണ്. ആദ്യം തന്നെ ഞാൻ മറന്നു പോകാണ്ടിരിക്കുകയാണ്, ഒരുപാട് പേരുകളുണ്ട്. റസിയ ആൻഡ് റസീന, പിന്നെ മാപ്പാക്കണ എല്ലാ പേരുകളും പറയുന്നത്, മുഹമ്മദ് അലി ഒക്കെ വലിയൊരു ടീമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഒരു പേരെടുത്ത് പറയുന്നില്ല. സത്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിങ്ങളെയൊക്കെ കാണാൻ. ഒരു കാരണവശാലും ഇന്നെനിക്ക് ഇവിടെ വരാൻ സാധിക്കേണ്ട ആളല്ല. വേറെ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഞാൻ ഇന്ന് വരില്ല. കാരണം നാളെ ദുബായ് സോനാപൂറിൽ എന്റെ സ്വന്തം ജ്വല്ലറി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഒരു 2 ദിവസം മുമ്പെങ്കിലും അവിടെ എത്തിയിട്ട് എനിക്ക് പണികളുണ്ട് കുറെ. അല്ലാതെ അപ്പൊ എങ്കിൽ പോലും ഇത്ര നല്ലൊരു ചടങ്ങ്, കാരണം ജീവകാരുണ്യ പ്രവർത്തനത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നും ലോകത്തിൽ ഒന്നുമില്ല. അതാണ് സ്നേഹം, സർവീസ്. ശരിയായ സർവീസിലൂടെ ശരിയായ സ്നേഹം ലഭിക്കുക അതിൽ കൂടെ മാത്രമാണ്. മാത്രമല്ല 2 മാസമായി എന്റെ ഡേറ്റിന് വേണ്ടി ഇവർ മാറ്റി കളിക്കണം. അവസാനം എനിക്ക് ഞാൻ വിചാരിച്ചു മാറ്റി കഴിയുമ്പോൾ അങ്ങോട്ട് പൊക്കോളെന്ന് വിചാരിച്ചു. പക്ഷെ പോണില്ല. വീണ്ടും വയനാട് എന്റെ എസ്റ്റേറ്റില് ബോച്ചെ 1000 ഏക്കറില് 2-3 തൃശ്ശൂര് വിടാണ്ട് പിടിച്ചിരിക്കുക. അപ്പൊ എനിക്ക് തന്നെ കടപ്പാടായിപ്പോയി. അപ്പൊ ജയിലിൽ കയറിയപ്പോ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഈ വഴിക്ക് പൊക്കോളും, കാരണം എന്തായാലും ജയിലിലല്ലേ എന്ന് ഓർത്തു. എന്നിട്ടും കാത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്ത് പറയാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എയർപോർട്ടിലേക്ക് ഓടണം. അവിടെ പോയിട്ട് ഇന്നത്തെ ഫ്ലൈറ്റ് പിടിച്ച് പോണം. അപ്പോ ഇതിന്റെ ലൈഫ് ലൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനെ കുറിച്ച് ഒരുപാട് കേട്ടു. ഒരുപാട് പേരെ ഇവർ ചേർത്ത് പിടിച്ച്, നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. ഇവര് മദർ തെരേസ ചെയ്ത പോലെ, സത്യം പറഞ്ഞ എന്നേക്കാളൊക്കെ ഞാൻ ഇവരെ റെസ്പെക്ട് ചെയ്യാം. ഞാൻ ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. മദർ തെരേസ ചെയ്തത് മറ്റുള്ളവർക്ക് വേണ്ടി യാചിക്കുകയാണ്. യാചിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ, ഒരു യാചിക്കുകയാണ്. അപ്പോ അത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കട്ടെ. കാരണം 2 സ്ത്രീകളാണ് മുമ്പില്, പിന്നെ ഇക്കാണ്ട് വലിയ ടീമുണ്ട്. സത്യം പറഞ്ഞാൽ ആണുങ്ങളെക്കാൾ കഴിവും ഒക്കെ സ്ത്രീകൾക്ക് തന്നെയാണ്, അല്ലേ? പക്ഷെ നമ്മള് സമ്മതിക്കൂല്ല, അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് കേറി കളിക്കണ്ട എന്ന് ആണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അതാണ്. അപ്പോ തീർച്ചയായിട്ടും കേരളവും വിട്ട് ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് പേർക്ക് സഹായം ലഭിക്കട്ടെ. വളരെ സത്യസന്ധമായി നമ്മൾ മുമ്പോട്ട് പോയാൽ എന്താപത്തിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നല്ല കാര്യങ്ങൾക്ക് നല്ലവർ എന്നും കൂടെ ഉണ്ടാവും. അതാണ് അതിന്റെ സത്യം. ഈ കണ്ണിലേക്ക് ഭയങ്കര ലൈറ്റ് അടിക്കുന്നത്, ഒന്ന് കൂളിംഗ് ഗ്ലാസ് വെക്കാനും, അല്ല ലൈറ്റ് ഗ്ലാമർ കുറയ്ക്കണ്ട, പിന്നെ കൂളിംഗ് ഗ്ലാസ് വെക്കണം എന്നുള്ളത് ഒരുപാട് പേര് ഫാൻസ് ഒക്കെ പറയാറുണ്ട്. ഇച്ചിരി ഗ്ലാമർ കൂടാന്ന്. പിന്നെ കണ്ണിന് ഭയങ്കര ഓക്കെ അല്ലേ? അപ്പോ ഈ അവസരത്തിൽ നിങ്ങളോടൊരു നന്ദി പറയാണ്. ഒന്നല്ല 2-3 നന്ദിയാണ്. ഒന്ന്, അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി തല വെട്ടാതിരിക്കാൻ തിരുവനന്തപുരത്തു നിന്ന് ഒരു പാത്രം എടുത്തുകൊണ്ട് ഒരു യാചക യാത്ര നടത്തി 5 ദിവസം കൊണ്ട് 34 കോടിക്ക് പകരം 44 മറ്റോ കോടി രൂപ തന്ന നിങ്ങളോട് നന്ദി പറയുകയാണ്. എന്റെ കഴിവല്ല,
ഞാൻ 1 കോടി കൊടുത്തോണ്ട് എന്റെ അമ്മ 1 കോടി അല്ല 1 ലക്ഷം കൊടുത്തോണ്ടൊന്നും ആയില്ല. ബാക്കി 33 കോടി എവിടുന്ന് കിട്ടും? ഞാൻ കേരളം മുഴുവൻ തെണ്ടി എന്നൊരു തെണ്ടിയായി മാറിയാണ്. പക്ഷെ 5-ാം ദിവസം എനിക്ക് എല്ലാം കിട്ടി. അതിനൊക്കെ കാരണം സ്നേഹസമ്പന്നരായ നല്ല മലയാളികൾ, ജാതി മതങ്ങൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ അതീതമായി ഒരു സഹോദരന്റെ തലവെട്ടാൻ സൗദിയിൽ കൊടുക്കാതെ അയാൾ തിരിച്ചു കൊണ്ടുവരാൻ ഒരുമിച്ച് നിന്നു. അതുകൊണ്ട് ആ സഹോദരൻ ഇനി മരണപ്പെടില്ല. പക്ഷേ ചില ഫോർമാലിറ്റീസും കേസും കാര്യങ്ങളും അവിടെയല്ലേ, നമുക്കൊന്നും അവിടെ റോളില്ല. അതുകൊണ്ട് ചിലപ്പോൾ വൈകുന്നുണ്ട്. വൈകിയാലും ആ സഹോദരൻ ഇവിടെ എത്തും. അതിന് പ്രത്യേകം നന്ദി. പിന്നെ ഞാൻ ജയിലിൽ പോയപ്പോഴും, ഞാൻ അകത്തായിരുന്നപ്പോഴും പുറത്തായിരുന്നപ്പോഴും ലക്ഷക്കണക്കിന് പേര് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ എനിക്ക് പിന്തുണ, സ്നേഹം പ്രഖ്യാപിച്ചു. ഒരുപാട് പേര് പറഞ്ഞു ധീരനായി ജയിലിൽ നിന്ന് തിരിച്ചു വന്നു എന്ന്. ഞാൻ എൻ്റെ ജീവിതത്തില് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാറില്ല. ഇവിടെയും അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ സംസാരം അറിയാലോ, ഇത്തിരി തഗ്ഗും തമാശയൊക്കെ പറയും, അതൊക്കെ ആൾക്കാരെ എൻജോയ് ചെയ്യും. പക്ഷെ അതിൽ എന്തെങ്കിലും വാക്കുകളൊക്കെ ആർക്കെങ്കിലും വേദനിച്ചാൽ അതിന് മാപ്പ് പറയാനും ഒരു വക ബുദ്ധിമുട്ടോ തലക്കനോ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എല്ലാവരെയും സഹായിച്ചിട്ടുള്ളൂ, ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല. കഴിയാവുന്ന സഹായം ഇനിയും ചെയ്തുകൊണ്ട് ജീവിക്കും. അതാണ് എൻ്റെ സന്തോഷം. അപ്പോ 90% ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, 10% ആൾക്കാർ കുറച്ച് ദുഷ്പു പറയും. അതിപ്പോ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. 10% ആൾക്കാർ പറഞ്ഞു ജയിലിൽ പോയി, ജയിൽ പുള്ളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ നെൽസൺ മണ്ടേലയുടെ ആരാധകനാണ്. അദ്ദേഹം 27 വർഷം ജയിലിൽ കിടന്നു. തെറ്റ് ചെയ്തിട്ടാണോ? ആർക്കു വേണ്ടിയാണ് ജയിലിൽ പോയത്? അല്ലെങ്കിൽ നമ്പി നാരായണൻ ശാസ്ത്രജ്ഞൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ്. എത്രയോ വർഷം ജയിലിൽ കിടന്നു കുറ്റവാളിയായിക്കൊണ്ട്. ഇപ്പോൾ അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആദരങ്ങളൊക്കെ കിട്ടി. അപ്പൊ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്യാതെയും ഒക്കെ ജയിലിൽ പോകാം. എന്റെ അറിവനുസരിച്ച് ഞാൻ ഏറ്റവും വലിയ സന്തോഷവാനാണ്. പൈസ ഉള്ളത് കൊണ്ടോ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടോ ഒന്നുമല്ല, ഒരു അറിവിലൂടെയാണ് ഞാൻ സന്തോഷവാൻ. നിങ്ങൾക്കൊക്കെ സന്തോഷം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടായാൽ പോരാ, പഠിപ്പുണ്ടായാൽ പോരാ, ഒന്നുമല്ല. അറിവിലൂടെ മാത്രമേ സന്തോഷം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ആ അറിവ്? അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ റൈറ്റ് എക്സ്പെക്ടേഷൻ, ഓവർ എക്സ്പെക്ടേഷൻ. നമുക്ക് റൈറ്റ് എക്സ്പെക്ടേഷൻ ആണ് വേണ്ടത്. എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, പ്രതീക്ഷ, ശരിയായ പ്രതീക്ഷ. മറ്റേത് അത്യാഗ്രഹമായ കാര്യങ്ങൾ. എന്താണ് ശരിയായ പ്രതീക്ഷ? കോവിഡ് വന്നപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരും വയസ്സായവരൊക്കെ മരിച്ചു വീഴുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, പ്രകൃതിയുടെ ഒരു വികൃതിയാണ്, നമുക്കതിൽ യാതൊരു കൺട്രോളും ഇല്ല. ഒരു ദിവസം ഞാനും മരിച്ചേക്കാം എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞാനത് സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് വിഷമില്ല മരിച്ചാൽ, പക്ഷെ മരിച്ചില്ല, വേറെ കാര്യം. അതുപോലെ എൻ്റെ ഫാദർ വളരെ മാതൃകാപരമായി ജീവിച്ച ഒരു മാതൃകാ പുരുഷനായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ 10% ക്വാളിറ്റി പോലും ഇല്ല. അദ്ദേഹം വണ്ടി ഇടിച്ചിട്ട് കയ്യും കാലൊടിഞ്ഞു, തല പൊട്ടി. അതൊക്കെ ശുശ്രൂഷിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒക്കെ നടക്കാൻ തുടങ്ങിയപ്പോ ക്യാൻസറും വന്നു, മരിച്ചുപോയി. അപ്പൊ ഇത്ര നല്ല മനുഷ്യൻ ഇങ്ങനെ വന്നപ്പോ ഞാൻ ആലോചിച്ചു, അതിൽ നിന്നൊരു കാര്യം പഠിച്ചു. ഒന്നും നമ്മുടെ കയ്യിലല്ല. അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, ഞാൻ ഓരോ പ്രാവശ്യം വണ്ടി ഓടിക്കുമ്പോഴും എന്റെ വണ്ടി ഒരു പക്ഷെ ഇടിച്ചേക്കാം, ഞാൻ മരിച്ചേക്കാം, എനിക്ക് സൂക്കേട് വന്നേക്കാം, ഞാൻ തെറ്റ് ചെയ്തിട്ടായാലും ചെയ്തില്ലെങ്കിലും ജയിലിൽ പോയേക്കാം, അല്ലേ? അപ്പൊ നമ്മൾക്ക് ശരിയായ പ്രതീക്ഷകൾ ജീവിതത്തിൽ വേണം. എല്ലാവരുടെയും ആഗ്രഹം എന്താ? ഞാൻ മാത്രം മരിക്കരുത്, എനിക്ക് എപ്പോഴും കാശുണ്ടാവണം, എനിക്ക് സുഖം വേണം, സങ്കടം പാടില്ല, രോഗം പാടില്ല, ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടക്കണം. സാധ്യമാണോ? അങ്ങനെ ചിന്തിച്ചവരൊക്കെ ജീവിതത്തിൽ നിരാശയുണ്ടാകും. സന്തോഷം